എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെയും വിലയേറിയ സമയത്തിനായിട്ട് ദൈവത്തിൻ്റെ സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകരുടെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. മാതാപിതാക്കളെ, ഗുരുപുതരെ, ബഹുമാന്യരായ സഹോദരവർഗമേ, ഇന്ന് ഞാൻ നിങ്ങളോട് അല്പസമയം സംസാരിക്കുവാനായിട്ട് പോകുന്നതിൻ്റെ ആശയങ്ങൾ ദൈവത്തിൽ വിശ്വാസമുണ്ട്, ആശ്രയം സമ്പത്തിൽ എന്നുള്ള വിഷയമായിരിക്കും. കാരണം എല്ലാ മതവിഭാഗങ്ങൾക്കും ദൈവത്തിൽ വിശ്വാസമുണ്ട്. ക്രിസ്ത്യാനിയോ, ഹിന്ദുവോ, മുസ്ലിമോ, പാഴ്സിയോ, ജൈനനോ, ബുദ്ധനോ, ആരും ആയിക്കോട്ടെ, എല്ലാവരും ഈശ്വരനിൽ അല്ലെങ്കിൽ ദൈവത്തിൽ അല്ല അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. പക്ഷെങ്കിൽ അവരുടെ ആശ്രയം പല കാര്യങ്ങളിലാണ്. സമ്പത്തിൽ, മക്കളിൽ, സ്വത്തിൽ, ബാങ്ക് ബാലൻസുകളിൽ, ലോകപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടെ ആശ്രയം വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഈ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്ത്. അവർ പറയുന്നു, ഞങ്ങൾക്ക് വിശ്വാസം ദൈവത്തിലുണ്ട്, ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സാത്താൻ പോലും അത് വിശ്വസിക്കുന്നു, സകലമാനമായ ആളുകളും അത് വിശ്വസിക്കുന്നു. പക്ഷേ അവരെ ആശ്രയം വെച്ചിരിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ചിലർ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നു, ചിലർ മക്കളിൽ ആശ്രയം വയ്ക്കുന്നു, ചിലർ മാതാപിതാക്കളെ ആശ്രയം വയ്ക്കുന്നു, ചിലർ ലൗകികമായിട്ടുള്ള ഉയർച്ചയിൽ ആശ്രയം വയ്ക്കുന്നു, ചിലർ തങ്ങളുടെ പഠിത്തത്തിൽ ആശ്രയം വയ്ക്കുന്നു, തങ്ങളുടെ പദവിയിൽ ആശ്രയം വയ്ക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ തങ്ങളുടെ അധികാരം ഉറപ്പിക്കുവാനായിട്ട് അതിൽ ആശ്രയം വയ്ക്കുന്നു. അവർക്കും ഈശ്വരവിശ്വാസമുണ്ട്, ദൈവവിശ്വാസമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായ സത്യമാണ്. നിരീശ്വരവാദിക്ക് പോലും അവന് ഈശ്വരനിൽ വിശ്വാസമുണ്ട്. കാരണം ഒരു വലിയ നിരീശ്വരവാദി തങ്ങളുടെ മകളുടെ വിവാഹത്തിന് രാഹുവേള നോക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിഞ്ഞു. ഒരു വലിയ ദൈവഭക്തനായ മനുഷ്യൻ അവരുടെ മക്കളുടെ കല്യാണം, വിവാഹം അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ നടത്തുമ്പോൾ രാഹുകാലം നോക്കുന്നതായിട്ട് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. 10:30 കഴിഞ്ഞ് നമുക്ക് വീട് വെഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട് പ്രതിഷ്ഠിക്കുമ്പോൾ, അല്ലെങ്കിൽ വീടിൻ്റെ കൂദാശ നടത്തുമ്പോൾ, അല്ല വീട് മറ്റുള്ളവർക്ക് സമർപ്പിക്കുമ്പോൾ രാഹുവേള സമയം നോക്കുന്ന എത്രയോ ഭക്തന്മാരുണ്ട്. വിശ്വാസമുണ്ട് ദൈവത്തിൽ, പക്ഷേ അവരാശ്രയം മറ്റൊന്നിലാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടുള്ളതാണ്. അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന പുരോഹിതവർഗമേ, എന്നെ കേൾക്കുന്ന മതപണ്ഡിതന്മാരെ, എന്നെ കേൾക്കുന്ന സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരെ, എന്നെ കേൾക്കുന്ന രാഷ്ട്രീയ ഭൗതിക നേട്ടം കൊയ്യുന്ന ആൾക്കാരെ, സഹോദരവർഗമേ, നിങ്ങളുടെ ആശ്രയം എവിടെയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുകയും ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഭക്തനും നിരീശ്വരവാദിയും രാഷ്ട്രീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവും അവൻ്റെ ആശ്രയം വയ്ക്കുന്നത് അവൻ്റെ സ്വത്തിൽ, അവൻ്റെ മക്കളിൽ, അവൻ്റെ പദവിയിൽ, അവൻ്റെ കസേരയിൽ ആണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇതെല്ലാം നശിച്ചു പോകും, സകലതും നശിക്കും. എന്നാൽ നശിക്കാത്ത ഒന്നുണ്ട്, ഈശ്വരവിശ്വാസം, ദൈവവിശ്വാസം. അടിയുറച്ച് നിൽക്കുക, അടിയുറച്ച് ആശ്രയം വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയും, വിജയിക്ക് നേടുവാനായിട്ട് കഴിയും. ഇല്ല എങ്കിൽ എല്ലാം താഴടിയായി പോകും എന്നുള്ളത് നമ്മെ കാണിച്ചു തരുന്ന ഒരു സത്യമാണ്. ചില മക്കളിൽ ആശ്രയിക്കും, വയസ്സുകാലത്ത് മക്കളവരെ നോക്കത്തില്ല. ചില സമ്പത്തിൽ ആശ്രയിക്കും, പണം ബാങ്കിൽ കൂട്ടിയിടും. അത് കാണുകയല്ലാതെ അവന് ഉപയോഗിക്കുവാനായിട്ട് അവസരമില്ല, അവനൊക്കത്തില്ല. ചിലർക്ക് ധാരാളം സാധനങ്ങൾ കഴിക്കുവാനുണ്ട്, പക്ഷേ അവന് കാണുവാനല്ലാതെ അത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കില്ല. അവന് വാഴപ്പിണ്ടി അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അവന് കഴിക്കാൻ പറ്റൂ, ഗോതമ്പ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ അവന് കഴിക്കാൻ പറ്റൂ. എന്തൊരു വിരോധാഭാസമാണ്. എന്നാൽ യഥാർത്ഥമായി ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ തന്നെ ആശ്രയം വയ്ക്കുകയും ചെയ്യുന്ന മനുഷ്യന് അവന്
എല്ലാം സന്തോഷമാണ്, എല്ലാം അവൻ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും നാം ഓർത്തിരിക്കണം. അത് ലോകം നമ്മെ പഠിപ്പിക്കുന്നതാണ്, ചുറ്റുപാടുകൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്, മതം നമ്മെ പഠിപ്പിക്കുന്നതാണ്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇല്ല എങ്കിൽ അതെല്ലാം നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് നാം ഓർത്തിരിക്കുക. ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വാസം ദൈവത്തിൽ വേണം, ആശ്രയവും ദൈവത്തിൽ വേണം. ബാക്കിയെല്ലാം പുറകെയുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ചെയ്തിരിക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി.